ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LBSന്റെ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ് ആണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ LBS എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ്. ആദ്യം ന്യൂ രജിസ്ട്രേഷൻ, പിന്നെ ഫീസ് പേയ്മെന്റ്, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ആപ്ലിക്കേഷൻ എൻട്രി, അവിടെ നമ്മൾ വേരിയസ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക, ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക, പിന്നീടുള്ളത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക, പിന്നെ വേരിയസ് അലോട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും. അതിനുശേഷമായിരിക്കും അഡ്മിഷൻ നടക്കുക. അങ്ങനെ ഒരു മൾട്ടിപ്പിൾ സ്റ്റേജിലൂടെയാണ് ഈ ഒരു പ്രോസസ് കംപ്ലീറ്റ് ആവുക എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് അലോട്ട്മെന്റ് പ്രോസസ്സ് മാത്രമായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എങ്ങനെയാണ് അലോട്ട്മെന്റ് നടക്കുന്നത്, എത്ര അലോട്ട്മെന്റ് ആണുള്ളത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പൊ എന്താണ് അലോട്ട്മെന്റ്? അലോട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് കോളേജുകളിലെയും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെയും അതുപോലെ തന്നെ ഗവൺമെന്റ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കും ഉള്ള ഒരു സീറ്റ് ഫില്ല് ചെയ്യുക. ഇത് ജസ്റ്റ് റാങ്ക് ലിസ്റ്റിന്റെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും സീറ്റ് ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ചോദിക്കും റാങ്ക് ലിസ്റ്റിൽ എങ്ങനെയാണ് കയറിക്കൂടുക? +2 മാർക്കിന്റെ ബേസിൽ മാത്രമായിരിക്കും നമുക്ക് റാങ്ക് ലിസ്റ്റ് ഉണ്ടാവുക. ഒട്ടും തന്നെ പേടിക്കേണ്ട. 50% കൂടുതൽ മാർക്ക് വാങ്ങിക്കൽ 50%ഓടുകൂടി പാസ്സാവുകയും ചെയ്യുന്ന എല്ലാ കാൻഡിഡേറ്റ്സും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ വൺസ് റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമായിരിക്കും അലോട്ട്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും അവൈലബിൾ ആയിട്ട് വരിക. ആ ഒരു ടൈം പീരീഡ്, അവരൊരു ടൈം പീരീഡ് തരും. ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ പോർട്ടൽ ഓപ്പൺ ചെയ്ത് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാണ് ചെയ്യേണ്ടത്. ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മുൻകൂട്ടി തന്നെ നമ്മളൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇല്ലെങ്കിൽ അക്ഷയയിൽ പോയി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഹറിബറിയിൽ നമ്മൾ പ്രധാനപ്പെട്ട ഓപ്ഷൻസ് ഒക്കെ മിസ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നേരത്തെ തന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള കോളേജുകൾ, നമ്മൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകളൊക്കെ നേരത്തെ തന്നെ ചൂസ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ കോളേജ് ചൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീടിനടുത്ത് നമ്മൾക്ക് എപ്പോഴും ഓടി എത്താൻ പറ്റുന്ന ഡിസ്റ്റൻസിൽ, കേരളത്തിലാണല്ലോ, അപ്പൊ നമുക്ക് ഓടിയെത്താൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസിൽ ഏറ്റവും നല്ല കോളേജുകൾ, ഗവൺമെന്റ് കോളേജുകൾ, അങ്ങനെ നോക്കി നമ്മളൊരു ലിസ്റ്റ് 1 to എത്രയാണോ വെക്കാൻ പറ്റുന്നത് അത്രയും ലിസ്റ്റുകൾ നിങ്ങൾക്ക് മനസ്സിൽ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ നോട്ട് ഡൗൺ ചെയ്തിട്ട് വേണം നമ്മൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോകേണ്ടത്. അപ്പൊ നമ്മൾ അക്ഷയയിൽ എത്തി, അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി ഓപ്ഷൻ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻസ് നമ്മൾ എപ്പോഴും വെക്കേണ്ടത് കോളേജിന്റെ കോഡ് വെച്ചായിരിക്കണം. കോളേജിന്റെ പേരായിരിക്കത്തില്ല, കോളേജിന്റെ കോഡ് ഉണ്ടാവും. ഈ ഒരു കോളേജിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ചെയ്ത് ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ എത്രയും വേഗം ചെക്ക് ചെയ്യുക. ഇനി അതും അല്ലെങ്കിൽ പ്രോസ്പെക്ടസിൽ അവൈലബിൾ ആണ് ലിസ്റ്റ് ഓഫ് കോളേജസ്, ലിസ്റ്റ് ഓഫ് കോഴ്സസ്, ആ ഒരു കോളേജിന്റെ കോഡ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ആ ഒരു കോഡ് അനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഓപ്ഷൻ 1 കൊടുത്തിട്ട് ഏത് കോളേജാണ്, ഏത് കോഡാണ്, അവിടെ ഏത് കോഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം. ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിൽ 2 കോഴ്സിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഒന്ന് നഴ്സിംഗ്, ഒന്ന് BSc MLT. അപ്പൊ 2 കോഴ്സും ഒരേ കോളേജിൽ തന്നെ. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ 1 ആയിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് കോഴ്സ് BSc നഴ്സിംഗ്, രണ്ടാമത്തെ ഓപ്ഷനിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് കോഴ്സ് BSc MLT. അങ്ങനെ നിങ്ങൾക്ക് എത്ര കോഴ്സ് വേണമെങ്കിലും എത്ര കോളേജ് വേണമെങ്കിലും ചൂസ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ പ്രിഫറൻസ് ഒക്കെ അനുസരിച്ച് നമ്മളൊരു ലിസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം നിങ്ങൾ ഒന്നും കൂടെ റിവ്യൂ ചെയ്ത് നോക്കണം. ഈ ഒരു കോളേജ് ഓക്കെ ആണോ, ഈ ഒരു കോഴ്സ് ഓക്കെ ആണോ. അവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ കാണാൻ സാധിക്കും, റിമൂവ് അല്ലെങ്കിൽ സേവ്. റിമൂവ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ആ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതല്ല ആ ലിസ്റ്റ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ സേവ് ചെയ്ത് പ്രിന്റ് ഓപ്ഷനിലേക്ക് പോവാം. എന്തിനാണ് പ്രിന്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്കൊരു ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് ആ ഒരു പ്രിന്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യാം നമ്മുടെ എത്രാമത്തെ ഓപ്ഷനാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. അങ്ങനെയുള്ള ഒരു ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ടാണ് എപ്പോഴും പ്രിന്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, അക്ഷയ അല്ലെങ്കിൽ മറ്റ് കമ്പ്യൂട്ടർ സെന്റർ വഴിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ കാൻഡിഡേറ്റ് പോർട്ടൽ എപ്പോഴും ലോഗ് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രം പുറത്തു പോവുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻ മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നമുക്ക് അലോട്ട്മെന്റിനെ പറ്റി നോക്കിയാലോ. പ്രധാനമായി 3 റെഗുലർ അലോട്ട്മെന്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഈ റെഗുലർ അലോട്ട്മെന്റ് കൂടാതെ ഒരു ട്രയൽ അലോട്ട്മെന്റ് കൂടി ഉണ്ടാവും. ആദ്യം വരെ ട്രയൽ അലോട്ട്മെന്റ് ആയിരിക്കും. ട്രയൽ അലോട്ട്മെന്റ് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതായിരിക്കത്തില്ല. ഓപ്ഷൻസിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പുതിയൊരു ഓപ്ഷൻ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യുക, അങ്ങനെ വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ് ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. ആ ഒരു ട്രയൽ അലോട്ട്മെന്റ് കാണുമ്പോൾ തന്നെ നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കും നമ്മൾ എത്രാമത്തെ പൊസിഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഓപ്ഷൻസിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം വരുന്ന ഒരു അലോട്ട്മെന്റ് ആണ് ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു. ഉദാഹരണം പറയാനാണെങ്കിൽ 60 ഓപ്ഷൻസ് ആണ് ഞാൻ വെച്ചത്. അതിലെനിക്ക് 40ാമത്തെ ഓപ്ഷനിലാണ് അലോട്ടഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ 40ന് ശേഷമുള്ള എല്ലാ ഓപ്ഷനും ഡിലീറ്റ് ആകും.
ആ ഒരു 40ാമത്തെ ഇതിൽ ഞാൻ ഹാപ്പി ആണ് എങ്കിൽ നമ്മൾക്കൊരു ടോക്കൺ ഫീസ് കൊടുത്ത് നെക്സ്റ്റ് ഡേയിൽ തന്നെ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി അതുമല്ല ഞാൻ ഹാപ്പി അല്ല, ഹയർ ഓപ്ഷൻ എനിക്ക് വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു സീറ്റ് ബ്ലോക്ക് ചെയ്യാനായിട്ട് ഒരു റെമിറ്റൻസ് ഫീ ഉണ്ടാവും. ആ ഒരു ഫീ പേ ചെയ്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യണം അടുത്ത അലോട്ട്മെന്റിലേക്ക്. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങളുടെ പേര് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല, സെക്കൻഡ് അലോട്ട്മെന്റ് വരെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് ഓപ്ഷൻ വെച്ച കോളേജാണ് നിങ്ങൾക്ക് അലോട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും ആ ഒരു കോളേജിൽ നമ്മൾ സീറ്റ് അഡ്മിഷൻ എടുത്തേ പറ്റുള്ളൂ. അതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫർദർ അലോട്ട്മെന്റിലേക്ക് നമ്മൾ എലിജിബിൾ ആയിരിക്കത്തില്ല. അപ്പൊ അടുത്ത അലോട്ട്മെന്റ് ആണ് സെക്കൻഡ് അലോട്ട്മെന്റ്. ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റിന് മുന്നേ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. നമ്മൾ കൊടുത്തിരിക്കുന്ന ഓരോ ഓപ്ഷൻസിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. ഇനി അതല്ല സെയിം ഓപ്ഷനായിട്ട് തന്നെ മുമ്പോട്ട് പോകാനാണെങ്കിൽ അത് ഓക്കെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അവർ പറഞ്ഞിരിക്കുന്ന ഒരു ടൈം പീരീഡിൽ തന്നെ ചെയ്യേണ്ടതാണ്. അങ്ങനെ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു, ഹയർ ഓപ്ഷനിലേക്ക് നമ്മൾ അലോട്ടഡ് ആയി. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ തൊട്ട് താഴെയുള്ള എല്ലാ ഓപ്ഷനുകളും ഡിലീറ്റ് ആവുന്നതായിരിക്കും. സെയിം പ്രൊസീജിയർ തന്നെ പറഞ്ഞിരിക്കുന്ന കോളേജിൽ ഫീസ് അവർ പറഞ്ഞിരിക്കുന്ന ഒരു ഫീസ് ഉണ്ടാവും. അത് പേ ചെയ്തതിന് ശേഷം അലോട്ട്മെന്റ് മെമ്മോ പ്രിന്റ് ഔട്ട് എടുത്ത് നമ്മൾ കോളേജിൽ അഡ്മിഷൻ എടുക്കാം. ഇനി അതുമല്ല നമ്മൾക്ക് ഇവിടെയും പേരൊന്നും വന്നിട്ടില്ല, നമ്മൾക്ക് ഒരു കോളേജിലും അലോട്ടഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. തേർഡ് അലോട്ട്മെന്റ് ഉണ്ട്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ ഒരു സെയിം പ്രൊസീജിയർ തന്നെ ആയിരിക്കും തേർഡ് അലോട്ട്മെന്റിലും നടക്കുക. അതിനുശേഷം സ്പോട്ട് അലോട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും. സീറ്റിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് സ്പോട്ട് അലോട്ട്മെന്റ്സുകൾ അവൈലബിൾ ആയിരിക്കും. കാൻഡിഡേറ്റ്സ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ഉള്ള ഒരു കോളേജിൽ കിട്ടി, അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മേലെയുള്ള ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത്. ഇനി സെക്കൻഡ് അലോട്ട്മെന്റിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ കിട്ടുന്നതെങ്കിൽ മേലെയുള്ള ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെന്റിലും ചെയ്യേണ്ടതാണ്. ഇതുവഴി നിങ്ങൾ മറ്റു കാൻഡിഡേറ്റ്സിന് ഒരു അവസരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ കയ്യിൽ കരുതേണ്ടതെന്നാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു കോളേജിൽ അലോട്ടഡ് ആയി എന്നുണ്ടെങ്കിൽ ആ ഒരു അലോട്ട്മെന്റ് മെമ്മോ, അതായത് ഇന്ന കോളേജിലേക്ക് അലോട്ടഡ് ആയി എന്ന് കാണിക്കുന്ന ആ ഒരു പേജ് പ്രിന്റ് ഔട്ട് എടുക്കുക. അതോടൊപ്പം തന്നെ ഒരു റെമിറ്റൻസ് ഫീസ് പേ ചെയ്ത ഒരു പേ സ്ലിപ്പ് അതും പ്രിന്റ് ഔട്ട് എടുക്കുക. അതിനോടൊപ്പം തന്നെ കയ്യിൽ കരുതേണ്ട ഡോക്യുമെന്റ്സ്, ഒന്ന് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്, SSLCയുടെ സർട്ടിഫിക്കറ്റ് മതിയാവും. സോ ഒറിജിനൽ SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഒറിജിനൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് TC, നമ്മുടെ പ്രീവിയസ് പഠിച്ച സ്ഥലത്ത് നിന്ന് വിത്തിൻ 6 monthsനുള്ളിൽ എടുത്ത ഒരു TCയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്സും കൂടെ ഉണ്ടായിരിക്കണം. അടുത്തത് 12th മാർക്ക് ലിസ്റ്റ് ആണ് കൂടെ കൈ കരുതേണ്ടത്. ഇനി അതല്ല പ്രീവിയസ്ലി ഏതെങ്കിലും കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റും വേണം. അടുത്തതായിട്ട് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്, അത് ആപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രം മതി. പിന്നീട് നമുക്ക് വേണ്ടുന്നത് ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. നമ്മളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് മെഡിക്കലി നമ്മൾ ഫിറ്റ് ആണെന്ന് തെളിയിക്കുന്ന ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും, അതോടൊപ്പം തന്നെ ഹെപ്പറ്റൈറ്റിസ് B വാക്സിനേറ്റഡ് ആണ് എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. ഇതുകൂടാതെ ഇൻകം സർട്ടിഫിക്കറ്റ് വേണം. ഇൻകം സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കരുതുക. ഇത് ഇത്രയാണ് അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ്. ഇനി ഇത് കൂടാതെ കോളേജിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ്സ് റിക്വയർഡ് ആണെന്നുണ്ടെങ്കിൽ പിന്നീട് സബ്മിറ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഡേറ്റിൽ തന്നെ ഈ എല്ലാ ഡോക്യുമെന്റ്സുമായിട്ട് നമ്മൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യുക. റിപ്പോർട്ട് ചെയ്തതിന് ശേഷം അവർ ഡോക്യുമെന്റ്സ് എല്ലാം വെരിഫൈ ചെയ്യും. ഡോക്യുമെന്റ്സ് എല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഒരു കോഷൻ ഡിപ്പോസിറ്റും കൊടുത്ത് നമ്മൾ ആ ഒരു സീറ്റ് ബ്ലോക്ക് ചെയ്ത് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി അതല്ല നമ്മൾ അലോട്ടഡ് ആയി നമ്മൾ അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അവസരം നമുക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. പിന്നീട് നമ്മൾക്ക് അതേ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നതല്ല. ആ ഒരു സീറ്റ് ഗവൺമെന്റ് പിന്നീട് ഒരു സ്പോട്ട് അലോട്ട്മെന്റ് വഴി വേറെ കാൻഡിഡേറ്റ്സിന് കൊടുക്കുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, അവരുടെ നിർദ്ദേശങ്ങൾ അതാത് സമയത്ത് തന്നെ നിങ്ങൾ ചെയ്ത് അഡ്മിഷൻ ഉറപ്പുവരുത്താനായി നോക്കുക. അപ്പൊ ഇതെല്ലാമാണ് വേരിയസ് അലോട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ തന്നെ ഏതെല്ലാം കോളേജുകളാണ് കേരളത്തിലുള്ളതെന്നും ഓരോ കോളേജുകളിലും എത്ര സീറ്റ്സ് ആണ് അവൈലബിൾ, എത്ര കോഴ്സ് ആണ് അവൈലബിൾ എന്ന് അടങ്ങിയ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് വീഡിയോ ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ കൂടുതൽ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.